നല്ല ഇസ്ലാമികമായ വസ്ത്രധാരണത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് പോകുന്നുണ്ട്. ആണിനും പെണ്ണിനും ഒരേ വേഷം. അതാണെന്ന് രാവിലെ വരെ തുറന്നു കിടക്കുന്ന നമ്മുടെ തുണിക്കടകളിലൊക്കെ ആണിനും പെണ്ണിനും ഒരേ ടീഷർട്ടാണ്, ആണിനും പെണ്ണിനും ഒരേ വസ്ത്രമാണ്. അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. മാറണം നമ്മൾ. 4 വയസ്സായ ഒരു പിഞ്ചു പൈതലിനെ ആരാണ്? ചെറിയച്ഛനാണ് എന്തിത് പീഡിപ്പിച്ചത്? ആലോചിക്കണം നിങ്ങൾ. നമ്മുടെ കുട്ടികൾ സ്വന്തം വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ് പറയണം. മുസ്ലിങ്ങൾ വളരെ കുറച്ചു മാത്രമുള്ള ഒരു നാട്ടിലൂടെ യാത്ര ചെയ്ത ഒരു സഹോദരി അവിടെ അനുഭവം പറയണം. എന്താ അനുഭവം എന്നറിയും? അവർ ചെറിയ തട്ടം ചുറ്റി കെട്ടിയപ്പോഴേക്കും ആ വ്യതിരിക്തത, ഹോട്ടലിൽ കയറി ചോദിക്കും, നിങ്ങൾക്ക് ഹലാൽ ഫുഡല്ലേ പറ്റുള്ളൂ, അവിടെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല എന്ത് പറയുന്നതും വളരെ ഭവ്യതയോടെയും ബഹുമാനത്തോടുകൂടെയും ആ വേഷത്തെ കാണും. എന്തിനാണ് ആ വേഷം? എന്തിനാണ് സുഹൃത്തുക്കളെ വേഷം? എന്തിനാണ് കൈ മുഴുവൻ മറയുന്നത്? എന്തിനാണ് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്തിനാണ് നമ്മൾ മറക്കുന്നത്? നമ്മൾ ആലോചിക്കണം. യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. പ്രവാചകരെ, താങ്കൾ പറയണം. അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് പറയാൻ പറയണം. ആരോട്? സ്വന്തം വീട്ടുകാരോട്, ഭാര്യയോട് പറയണം, മക്കളോട് പറയണം. സത്യവിശ്വാസികളായി അല്ലാഹുവും റസൂലും വിശ്വസിച്ച മുഴുവൻ ആളുകളോടും പറയണം. എന്ത്? യുദ്നേന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ജിൽബാബുകളെ, അല്ല പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ജിൽബാബ് എന്ന് പറഞ്ഞാൽ ഗൗണാണ്. ദേഹം മുഴുവൻ മറഞ്ഞു നിൽക്കുന്ന അയഞ്ഞ വസ്ത്രം, അത് താഴ്ത്തിയിടാൻ പറയണം എന്നാണ്. ദേഹം മുഴുവനും അയഞ്ഞു നിൽക്കുന്ന ഒരു വസ്ത്രമാണ് മുസ്ലിം സഹോദരിയുടെ വസ്ത്രം. ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈൻ. അവരെ തിരിച്ചറിയാൻ അതാണ് നല്ലത്. അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അതാണ് നല്ലത്. നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ, അവർ ദ്രോഹിക്കപ്പെടുമ്പോൾ, അവരുടെ ചാരിത്രം നശിപ്പിക്കപ്പെടുമ്പോൾ ഖേദിച്ചിട്ട് കാര്യമില്ല. പടച്ചോൻ പറഞ്ഞോടത്ത് നിൽക്കാൻ തീരുമാനിക്കണം.